ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷോയുടെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ 2-3 ദിവസം വീഡിയോസ് ചെയ്തില്ല ഡെയിലി മാർക്കറ്റ് പൾസ്. വേറൊന്നുമല്ല, മാർക്കറ്റ് ഞാൻ പറഞ്ഞ ലെവൽസ് എന്തെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്യായിരുന്നു. ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിട്ടുമില്ല സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഒരു ട്രേഡുകളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴും മാർക്കറ്റ് ചോപ്പി ഫേസ് മാറിയിട്ടില്ല. ഒരു ദിവസം ഗ്യാപ്പ് ഡൗൺ, മൂവ് അപ്പ്, അതുപോലെ തന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഡൗൺ, ആ ലെവലിലാണ് ഇപ്പോഴും നടക്കുന്നത്. കാരണം ഇത് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ പോകുന്ന ചെറിയ റിക്കവറി, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെയധികം ചോപ്പിയാണെന്ന് പറയേണ്ടി വരും. നിഫ്റ്റി എടുത്ത് നോക്കിയാലും സെയിം സിനാരിയോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ഹ്യൂജ് മൂവിന് ശേഷം ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ആ ഗ്യാപ്പ് ഡൗണിന് ശേഷം ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ മേ ബി നിഫ്റ്റിയും വീണ്ടും ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ഏകദേശം ഈ ലെവലിലൊക്കെ ഒരു കൺസോളിഡേറ്റ് ചെയ്യാവുന്നതായിരിക്കാം. ഡെഫിനറ്റ്ലി നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റം വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഈ രണ്ട് ലെവലിനിടയിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ഒബ്വിയസ്ലി ഒരു ചോപ്പി സ്റ്റാൻസ് ആയിരിക്കും നിഫ്റ്റിക്ക് ഉണ്ടാവുക. പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കമ്പയർഡ് ടു നിഫ്റ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ചോപ്പി ഏരിയ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തവർക്കൊക്കെ അറിയാം, 3 ദിവസം മുകളിലേക്ക്, 2 ദിവസം താഴത്തേക്ക്, വീണ്ടും 4 ദിവസം മുകളിലേക്ക്, വീണ്ടും 2 ദിവസം താഴത്തേക്ക്, ആ ഒരു ചോപ്പി ഫേസിലാണ് കൂടിയാണ് മാർക്കറ്റ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട്സിനും ഒരു സസ്റ്റൈൻഡ് മൂവ് മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നല്ലൊരു സ്ട്രോങ് ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം മേ ബി ഒരു ദിവസം മുകളിലേക്ക്, പിന്നെ സ്ട്രെയിറ്റ് താഴത്തേക്ക് വന്ന് ഈ ബ്രേക്ക് ഔട്ട് പോയിന്റിലേക്ക് തിരിച്ചു വരുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സസ്റ്റെയിൻഡ് ഫോളോ ത്രൂ അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ബുൾ മാർക്കറ്റ് എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സമയത്തെ, അതായത് മെയ് അവസാനത്തിന് ശേഷം അല്ലെങ്കിൽ ജൂൺ ജൂലൈ സമയങ്ങളെ നമുക്കൊരു ബുൾ മാർക്കറ്റായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഫേസ് ആയിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റില്ല. ഈവൻ ദോ ഇൻഡെക്സുകളെല്ലാം അതിൻ്റെ മൂവിങ് ആവറേജിന് മുകളിലാണ്, 10 and 20 മുകളിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും മിഡ് സ്മോൾ ക്യാപ്പ് 400 ഇൻഡെക്സും. പക്ഷേ സ്റ്റിൽ ആ ഒരു സ്ട്രെങ്ത്, ഈ ഇൻഡെക്സിൽ കാണിക്കുന്ന സ്ട്രെങ്ത് അണ്ടർലൈങ് സ്റ്റോക്സിൽ കാണിക്കുന്നില്ല. ഐഡിയലി നമ്മുടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ ഒരു റാലിയിൽ മേ ബി ഇവിടെയൊക്കെ നല്ല നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായതെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരുപാട് സെറ്റപ്സ് ഉണ്ടായതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ട്രേഡുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ആൾക്കാർ ഇപ്പോൾ ഒരു വലിയൊരു പുൾ ബാക്ക് വരും, ഇപ്പോൾ വലിയൊരു പുൾ ബാക്ക് വരും, ഈ മാർക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു ഡബിൾ മൈൻഡ് സെറ്റിലേക്ക് നിന്ന സമയമാണ്. പക്ഷേ വീണ്ടും ഈ ലെവലിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഓൾ ടൈം ഹാൻഡ് എടുത്ത് എത്തുന്നു. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നു, കൂടുതൽ പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചോപ്പി ആവുന്നു മാർക്കറ്റ്. കാരണം വീണ്ടും ഫോമോയിൽ ആൾക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബേസിക്കലി ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നത്, ഇവിടെയായിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് ഗ്ലോബൽ ക്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം തന്നെ മാർക്കറ്റിന് മുകളിൽ വേ ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സൈക്കിൾ, സീസണാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. സീസണാലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏപ്രിൽ മെയ് എപ്പോഴും സീസണാലിറ്റി വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിന് വളരെ സ്ട്രോങ് ആയിട്ടൊരു മന്ത്സാണ്. ഇനിയിപ്പോൾ ജൂൺ അത്ര സ്ട്രോങ് അല്ല, ജൂലൈ സ്ട്രോങ് ആണ് ആക്ച്വലി. പക്ഷേ റൈറ്റ് നൗ ജൂലൈ ഒരു സ്ട്രോങ്, ഈ ഒരു വർഷത്തെ ജൂലൈ സ്ട്രോങ് ആവാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പിന്നെ ഏറ്റവും കൂടുതൽ സീസണലി സ്ട്രോങ് ആയി വരുന്ന മന്ത്സ് എന്ന് പറഞ്ഞാൽ നവംബർ ആൻഡ് ഡിസംബറാണ്. അതിൻ്റെ അർത്ഥം ഐഡിയലി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒരു ചോപ്പി ഫേസ് ആവാനാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ P&L തന്നെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ അത്രയ്ക്ക് ഒരു നല്ലൊരു ഗെയിൻ നിങ്ങളുടെ P&L ഉണ്ടായിട്ടുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം
സീസണാലിറ്റിയാണ്. സീസണാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മോശമായിരിക്കുന്നതല്ല. പക്ഷേ ആവറേജ് ഒരു 10 കൊല്ലം ഒരു 15 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ആവറേജ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്സ് ഇൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഫെബ്രുവരി, അവസാനം ഫെബ്രുവരി, മാർച്ച് സ്റ്റാർട്ടിങ് എന്നീ സമയങ്ങളിലും കുറച്ച് ചോപ്പി ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷനാണ് ഉണ്ടാകുക. പക്ഷെ ഒരു ലോക്കൗട്ട് റാലി പോലെയൊക്കെ കാണാൻ പറ്റുന്നത് മോസ്റ്റ്ലി ഏപ്രിൽ, മെയ്, അതുപോലെ തന്നെ ഡിസംബർ, നവംബർ എൻഡ്, ഡിസംബർ, അതുപോലെ തന്നെ സ്റ്റാർട്ട് മേ ബി ഫസ്റ്റ് വീക്ക് ഓഫ് മേ ബി ജാൻ, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐഡിയലി ഏപ്രിൽ, മെയ്, നവംബർ, ഡിസംബറാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഹിസ്റ്റോറിക്കലി നമുക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ തന്നിട്ടുള്ളത്. സോ അതൊരു മൈൻഡിൽ വെക്കുക. എസ്പെഷ്യലി ജൂലൈ ആണിപ്പോൾ എത്രമാത്രം ബാക്കിയുണ്ട് ടു ദ അപ്സൈഡ് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ആസ് പെർ സീസണാലിറ്റി ഓൾസോ. കാരണം ഏപ്രിൽ, മെയ്യിൽ നമുക്ക് വിചാരിച്ച പോലെ തന്നെ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പറയുന്ന പോലെ ഒരു ചോപ്പി ഫേസിലാണ്. സോ ഈ ഒരു ലോയ്ക്ക് താഴെയോ അല്ലെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇന്ത്യ വിക്സ് വളരെ കൂൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഒരു 17-നും 12-നും ഇടയിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്കിവിടെ തോന്നുന്നില്ല. സോ പേഴ്സണലി ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ജൂലൈയിൽ ആകെ 1-2 ട്രേഡ്സ് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളായിരുന്നു. ആ ട്രേഡുകളെല്ലാം തന്നെ ബ്രേക്ക് ഈവണിൽ ക്ലോസ് ആയി വിത്ത് നോ ലോസ് ഓർ പ്രോഫിറ്റ്. സോ ജൂലൈ വളരെ ശാന്തമായൊരു മന്താണ്. മേ ബി ഇനി നല്ല സെറ്റപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അഗ്രസീവ് ആവാം. പക്ഷേ റൈറ്റ് നൗ ഇത് അഗ്രസീവ് ആവാൻ പറ്റിയൊരു ഫേസില്ല മാർക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ മാർക്കറ്റിൽ മേജർ ലീഡേഴ്സിനെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ലീഡേഴ്സ് അതിൻ്റെ 50 പീരീഡ് മൂവിങ് ആവറേജ്, 20 പീരീഡ് മൂവിങ് ആവറേജ് അടിയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതായത് ഈ ഏപ്രിൽ സമയങ്ങളിൽ ലീഡ് ചെയ്ത സ്റ്റോക്സ് എല്ലാം അതിൻ്റെ 20-50 പീരീഡ് മൂവിങ് ആവറേജ് താഴത്തേക്ക് ചോപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ അത് തന്നെ ഒരു മാർക്കറ്റിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ മേ ബി ക്യാഷ് റൊട്ടേറ്റ് ചെയ്യുന്നൊരു സിനാരിയോയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ക്യാഷ് റൊട്ടേറ്റ് ചെയ്താൽ കൂടെ പിന്നെ ഒരു ലീഡിങ് സെക്ടർ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനും പറ്റുന്നില്ല. കാരണം നമുക്ക് ലീഡിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ AI ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സ് ആയിരുന്നു. പക്ഷേ റൈറ്റ് നൗ ഇപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ നമുക്കെല്ലാം ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഒന്നും കൂടെ നമുക്ക് നോക്കി പഠിച്ച് വേണം ചെയ്യാൻ. സോ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. സോ സ്റ്റോക്സ് അബൌട്ട് 20 പീരീഡ് മൂവിങ് ആവറേജ്, സ്റ്റോക്സ് അബൌട്ട് 50 പീരീഡ് മൂവിങ് ആവറേജ് എന്നീ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ ചോപ്പി എന്ന് പറയുന്ന ഒരു സിനാരിയോ തന്നെയാണ് രണ്ടിലും കാണുന്നത്. പിന്നെ ഷോർട്ട് ടേം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവായി നിൽക്കുന്നുണ്ട്. സ്റ്റോക്സ് അബൌട്ട് 200 പീരീഡ് മൂവിങ് ആവറേജും ചെറിയ രീതിയിൽ ചോപ്പ് ആവുന്നത്. സ്റ്റോക്സ് അബൌട്ട് 52 വീക്ക് ഹൈ ലോ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, പോസിറ്റീവാണ്, അത് നല്ല കാര്യം തന്നെയാണ്. മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്പേഴ്സ് ഓക്കേഷ് ആണോ എന്ന് വെച്ചാൽ ഓക്കേഷ് ആണ്, പക്ഷേ കുറച്ച് ബെയറിഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാം കൊണ്ടും ഒരു ബെയറിഷ് ടു ന്യൂട്രൽ സിനാരിയോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ,